അതായത് പ്രാക്ടിക്കലി ഞാൻ ഒറ്റയ്ക്ക്. കുഴപ്പമില്ല. ആദ്യം ഞാനേ അക്കൗണ്ട് ക്രിയേഷൻ ടെസ്റ്റ് ചെയ്യായിരുന്നു. സേവിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ള കാണിക്കണേ. അതിനെന്താ? അത് നമ്മുടെ ടെസ്റ്റ് കേസിലില്ലല്ലോ. എന്റെ പൊന്നറിനു ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണം. 18 വയസ്സാതെ ഇവിടെ ആർക്കും സാലറി കിട്ടാറില്ലല്ലോ. അപ്പൊ അവർക്ക് സേവിങ്സ് അക്കൗണ്ടും പറ്റില്ല, ലോൺ അക്കൗണ്ടും പറ്റില്ല. അല്ലാതെ ടെസ്റ്റ് കേസിലില്ലാത്ത എറർ വന്ന ഹൈ പ്രയോറിറ്റി. 3.5 വർഷമായി ഞാൻ ഈ നെറ്റ് ബാങ്ക് പ്രൊജക്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ എഴുതിയ ഒരു കോഡിൽ ഇതുവരെ ഒരു ഇഷ്യൂ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം പഴയ ടെസ്റ്റർ അശ്വതി ഇതുപോലെ ഒരു ഇഷ്യൂ റേസ് ചെയ്തതാ. ഞാൻ ആവുന്ന പറഞ്ഞതാ, കേട്ടില്ല. അവസാനം നമ്മുടെ ക്ലയന്റ് മാനേജർ റാൽഫ് ജർമ്മനിയിൽ നിന്ന് വിളിച്ച് തെറി പറഞ്ഞു. അല്ല, അതുപോലെ ജർമ്മൻ തെറി കേൾക്കണം എന്നുണ്ടെങ്കിൽ താനത് റേസ് ചെയ്തോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനൊരു സെനാരിയോ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഒരു മെയിൽ അയക്കാം. തിരിച്ചൊരു റിപ്ലൈ മെയിൽ ആദ്യം എനിക്ക് അയച്ചാൽ മതി. മെയിലോ? ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പറഞ്ഞിട്ട് എനിക്കത് വിശ്വാസമില്ലേ? റീനു, ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഇഷ്യൂ അല്ല. റീനു ചെല്ല്. റീനു, ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അന്നത്തെ ആ ട്രിപ്പ് അതെനിക്കൊരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് റീനു കൂടെ കാരണക്കാരിയാണ്. ആവശ്യമില്ലാത്ത അലവലാദികളൊക്കെ വലിച്ചു കയറ്റരുത് ഞാൻ പലതവണ പറഞ്ഞാണ്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ. So guys, as you know, Sachin is the month. Everyone. Employee of the month to kya? And behave like Sachin, right? Now get back to work. No. You have to keep it for the whole day. Kan ko gunte रहेगा. You have earned it. पंडगे इसको. ఒక చికెన్ బర్గర్. Excuse me, sir. Okay. കിരൺ, നീ എന്താ ഇവിടെ? കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂവിന് വേണ്ടി നിന്നെ വിളിച്ചു. നീ ഫോൺ എടുത്തില്ല. ഈ കാര്യം പറയാൻ ഞാൻ നിന്നെ വിളിച്ചു, എന്നിട്ട് നീ ഫോൺ എടുത്തില്ല. നിനക്കെന്താന്നോ ഫോൺ എടുത്താ? വർക്കിന്റെ സമയത്ത് ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. എടാ, നിനക്ക് അറിയാവുന്നല്ലേ ഒരു കോൾ ചെയ്യൂന്ന്. നിന്നെ റെഫർ ചെയ്ത് ഞാനിപ്പോ ആരായി? എനിക്കാരുടെയും സഹതാപ ജോലി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഈ ആദർശം നിന്നെ എന്താ ഇവിടുത്തെ ആസ്ഥാന കോഴി? സീരിയസ് എപ്പോഴാ ഫ്രീ ആവുന്നു? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ 7 മണിയാവും ഇറങ്ങുമ്പോ. സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. Okay, Sachin. See you tomorrow. हाँ सर, क्या? See you. वो वेट कर रही है. സുബിത, ഞാൻ പിന്നെ വിളിക്കാം. എടാ, എനിക്കിപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഞാൻ നിനക്ക് അനാവശ്യമായിട്ട് ഹോപ്പ് വരുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ വളരെ റാൻഡായിട്ട് നിനക്ക് ചെയ്തു തരുന്ന പല കാര്യങ്ങളും നീ വേറെ രീതിയിലാണത് റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സംസാരമൊക്കെ നിർത്താം. ഈ കറങ്ങലും കാണലും ഒന്നും വേണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നിനക്കെന്താന്നോ പറയാനില്ലേ? റീനു, ഐ ലവ് യു ഡി. സച്ചിനെ, പ്ലീസ് ഡോണ്ട് ഡു ദിസ്. എടാ, നിന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നല്ലേ എനിക്ക് തോന്നുന്നേ. എനിക്ക് പറ്റില്ല സച്ചിനെ എന്നെ കൊഞ്ചിച്ചോണ്ട് നടക്കാൻ. നീ അതൊക്കെ എൻജോയ് ചെയ്തിട്ടില്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. സോറി, ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. നിനക്ക് പേടി, എന്നോട് നടന്നു കഴിഞ്ഞാൽ എന്നെ പ്രേമിച്ചു എന്നുള്ള പേടി, അത് സമ്മതിക്കാനുള്ള മടിയാണ് നിനക്ക്. നിന്നെ ടേക്ക് കെയർ ചെയ്യുന്ന കേസ് പറഞ്ഞില്ലേ, എനിക്കിങ്ങനത്തെ കെയറിംഗ് ഒന്നും എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചിലപ്പോ സച്ചിനെ, മതി, നിർത്തിക്കോ. നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. ഇത് ഇവിടെ വെച്ച് നിർത്താണ് നിനക്കത്, എനിക്കും. എടാ, നീ എന്തിനാ ഇത്ര ഡെസ്പ് ആവുന്നത്? നിനക്ക് കിട്ടിയ ആദ്യത്തെ റിജക്ഷൻ ഒന്നുമല്ലല്ലോ ഇത്, ആണോ? ഹലോ. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ? ഞാൻ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തയാ, പക്ഷെ ആദ്യം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സുബില, ഞാനിത് വലിയ പ്രശ്നത്തിലാ.
उसका फोन भी लौटा दिया. അത് തുറന്നിട്ടൂടെ അത് പഠിക്കാനാ കണ്ടൂടെ അമൽ ഡേവിസെ റീനു നോ പറഞ്ഞിട്ടാ നോ പറഞ്ഞ ആ നീ അവളെ പ്രപ്പോസ് ചെയ്താ? പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്ത്, പക്ഷെ അവള് നോ പറഞ്ഞു. പക്ഷെ നമ്മളെ പേടിക്കണ്ട, ഞാൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. മനസ്സിനൊരു ഭാരം ഇറക്കി വെച്ച ഫീൽ ഉണ്ട്. ഇനി ഞാൻ ഓക്കെ ആയിരിക്കും, നീ കണ്ടോ. നമുക്കേ അമലെ നാളെ മുതൽ രാവിലെ ഓടാൻ പോയാലോ? എടാ ഓടാൻ നിനക്കത് ഓക്കെ ആയിരിക്കില്ലല്ലേ? സമയം ഉണ്ടാവില്ലല്ലേ? സാരമില്ല, നമുക്ക് ഹോം വർക്കൗട്ട് പിടിക്കാം. പഠിച്ചു बेचारा. रोने लग गया है. कंसोल कर रहा है उसको. കോളേജിൽ ഉണ്ടായതിനേക്കാളും മോശം അവസ്ഥയിൽ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. എനിക്ക് വൺ സൈഡിലെ വേണ്ട. അന്ന് കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയാ മതിയായിരുന്നു ചെന്നൈക്ക്. നീ പറഞ്ഞാടാ കറക്റ്റ്. അമൽ ഡേവിസൺ നീ നടത്താനാ. वो भी सैड हो रहा उसके साथ. नहीं, प्यार तो बहुत करता था उससे ना वो. എന്താടി? എടാ അവൻ ഇന്നലെ എനിക്ക് ഈ ഫോൺ തന്നിട്ട് പോയി. ഇതൊന്ന് അവനെ തിരിച്ചു കൊടുത്തേക്കോ? അവൻ ചെന്നൈക്ക് പോയി. എപ്പോ? ഇന്ന് വെളുപ്പിന്. അവനൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്തിനാ നിന്നോട് പറയണേ? നീയല്ലേ അവനോട് കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ഇത് അവന്റെ ആദ്യത്തെ റിജക്ഷൻ ആയിരിക്കില്ലെന്ന് നീ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് കിട്ടണത്? ഞാനൊക്കെ പറയണ പോലെ അല്ല നീ പറയുമ്പോ. അമലെ, ഞാൻ അവനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാ അവനത് ഒട്ടും ഹേർട്ടായിട്ടില്ല. എടാ എന്റെ കമ്പനിയിൽ കയറാൻ നടക്കില്ല, ഇപ്പൊ വേക്കൻസി ഇല്ല. എടാ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിപാടി കിട്ടോ പിടിച്ചു വെക്കാനായിട്ട്? എത്രാന്ന് വെച്ചാണ് നിങ്ങളുടെ ചിലവിൽ ഇങ്ങനെ വെക്കണം? അങ്ങനെയാണെങ്കിൽ ഒരു പരിപാടി ഉണ്ട്, ഞാൻ മുമ്പ് പോയിരുന്നാണ്. अच्छा ऑडियंस बनना है शो में. നോണ പറഞ്ഞാണല്ലേ ഏത്? നീ അവൾ സെറ്റാണെന്ന്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ലൈഫ് ഭയങ്കര അൺഫെയർ ആണ്. इसी को उड़ा 10 दिन में. ഞാനും വികാസും കൂടെ ഹൈദരാബാദിലെ ഫ്രണ്ട്സിനോട് ഒരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡേറ്റും തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുമ്പോ പറയാം. ഓക്കെ? रिसीव नहीं करता उसकी कॉल हम. उसका दिया वो गिफ्ट. अब ऐसे भी दुख हो रहा है. हाँ, उसको भी बहुत ज्यादा लोनलीनेस फील हो रहा है ना. जो दोस्त था वो. ഹലോ സച്ചിനെ, നീ ഫംഗ്ഷന് വരില്ലടാ? ഇല്ല, ഞാൻ ഉണ്ടാവുന്നുള്ള, ഞാനിവിടെ ചെന്നൈയിലാണ്. ഓ, അപ്പൊ അത്രക്കെ ഉള്ളല്ലേ സച്ചിന്? ആ അത്രേ ഉള്ളൂ. ये वही है लड़की निहारिका. This is for you. സുറുമകൾ എന്തിന്, മൈലാഞ്ചി എന്തിന്, പൊന്നുകൂടത്തിന് പൊട്ടെന്തിന്. आ गया वो तो वहाँ. आ गया.
ഭയ വോഡ്ക ഞാൻ ആ Cheers. ऐसा मेरे से എടാ നീ ചെന്നൈന്നാണോ വരുന്നേ? അല്ല ഞാൻ നാട്ടിൽ നിന്ന് വരുന്നത്. എൻ്റെ വിസ വന്നായിരുന്നു. അപ്പൊ ഞാൻ പോവാണ് UK-ലേക്ക്. എന്ന്? നാളെ പോവും. oh ഇവിടെ നിന്നായിരിക്കോ പോകുന്നേ? അതെന്താന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് പോവാന്ന് വെച്ചു. നാളെ രാവിലെ 11:30 ഫ്ലൈറ്റ്. ഇവിടുന്ന് നേരെ ദുബായ്, അവിടുന്ന് നേരെ ലണ്ടൻ. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് UK-ല്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെ പറഞ്ഞാൽ മതി. അല്ല അതിന്റെ ആവശ്യം